ജ്യോതിസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ന്യായാധിപന്മാരുടെ പുസ്തകം 7-ാം അധ്യായത്തിൽ നിന്നുള്ള ഓപ്ഷൻസോട് കൂടിയ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചോദ്യം 1. ന്യായാധിപന്മാരുടെ പുസ്തകം 7-ാം അധ്യായം 1-ാം വാക്യമനുസരിച്ച് ജെറുബ്ബാലും ഗിദെയോനും സംഘവും അതിരാവിലെ എഴുന്നേറ്റ് പാളയമടിച്ചത് എവിടെ? എ. കിഷോൻ നദിക്ക് സമീപം, ബി. ജോർദാൻ കടവിന് സമീപം, സി. ഹാരോദ് നീരുറവയ്ക്ക് സമീപം, ഡി. ഷെക്കെമിൽ. ഉത്തരം സി. ഹാരോദ് നീരുറവയ്ക്ക് സമീപം. ചോദ്യം 2. വടക്ക് മോറിയ കുന്നിൻ്റെ താഴ്വരയിൽ താവളമടിച്ചത് ആര്? എ. മിദ്യാൻകാർ, ബി. പൗരസ്ത്യർ, സി. അമലേക്യർ, ഡി. കാനാന്യർ. ഉത്തരം എ. മിദ്യാൻകാർ. ചോദ്യം 3. പൂരിപ്പിക്കുക. കർത്താവ് ഗിദെയോനോട് പറഞ്ഞു, നിങ്ങളുടെ ഡാഷ് അധികമായതിനാൽ മിദ്യാൻകാരെ ഞാൻ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കുന്നില്ല. എ. ജനങ്ങൾ, ബി. സംഖ്യ, സി. ആയുധങ്ങൾ, ഡി. എണ്ണം. ഉത്തരം ബി. സംഖ്യ. ചോദ്യം 4. സ്വന്തം കൈകൊണ്ട് തന്നെ എന്ത് നേടിയെന്ന് ഇസ്രായേൽ തൻ്റെ നേരെ നോക്കി വീമ്പടിക്കും എന്നാണ് കർത്താവ് ഗിദെയോനോട് പറഞ്ഞത്? എ. രക്ഷ പ്രാപിച്ചുവെന്ന്, ബി. യുദ്ധം ജയിച്ചുവെന്ന്, സി. ദേശം സ്വന്തമാക്കിയെന്ന്, ഡി. തങ്ങളെ തന്നെ വീണ്ടെടുത്തുവെന്ന്. ഉത്തരം എ. രക്ഷ പ്രാപിച്ചുവെന്ന്. ചോദ്യം 5. ഭയന്ന് വിറയ്ക്കുന്നവർ വീടുകളിലേക്ക് തിരിച്ചു പോയിക്കൊള്ളുക എന്ന് ജനത്തോട് പറയണം എന്ന് കർത്താവ് പറഞ്ഞതനുസരിച്ച് ഗിദെയോൻ ജനത്തെ പരിശോധിച്ചപ്പോൾ തിരിച്ചു പോയത് എത്ര പേർ? എ. 10,000, ബി. 1000, സി. 20,000, ഡി. 12,000. ഉത്തരം സി. 20,000. ചോദ്യം 6. 20,000 പേർ തിരിച്ചു പോയതിനു ശേഷം ശേഷിച്ച 10,000 പേരും അധികമാണ്, അതുകൊണ്ട് അവരെ എവിടെ കൊണ്ടുവരിക എന്നാണ് കർത്താവ് പറഞ്ഞത്? എ. ജലാശയത്തിലേക്ക്, ബി. താഴ്വരയിലേക്ക്, സി. മലയിലേക്ക്, ഡി. പർവ്വതത്തിലേക്ക്. ഉത്തരം എ. ജലാശയത്തിലേക്ക്. ചോദ്യം 7. ജലാശയത്തിൽ നിന്ന് വെള്ളം കയ്യിൽ കോരി വായോടടുപ്പിച്ച് നക്കിക്കുടിച്ചവർ എത്ര പേരായിരുന്നു? എ. 1000 പേർ, ബി. 200 പേർ, സി. 300 പേർ, ഡി. 500 പേർ. ഉത്തരം സി. 300 പേർ. ചോദ്യം 8. മിദ്യാൻകാരുടെ താവളത്തിനരികിലേക്ക് ചെല്ലുക. താഴേക്ക് ഇറങ്ങാൻ ഭയമാണെങ്കിൽ ആരെ കൂടി കൊണ്ടുപോവുക എന്നാണ് കർത്താവ് ഗിദെയോനോട് ആ രാത്രിയിൽ പറഞ്ഞത്? എ. പടയാളികളെ കൂടി, ബി. ജനത്തെ കൂടി, സി. ഭൃത്യൻ പൂരായെ കൂടി, ഡി. പിതാവിനെ കൂടി. ഉത്തരം സി. ഭൃത്യൻ പൂരായെ കൂടി. ചോദ്യം 9. മിദ്യാൻകാർ, പൗരസ്ത്യർ, അമലേക്യർ എന്നിവർക്ക് കടൽപ്പുറത്തെ മണൽത്തരി പോലെ സംഖ്യാതീതമായി ഉണ്ടായിരുന്നത് എന്ത്? എ. കുതിരകൾ, ബി. ഒട്ടകങ്ങൾ, സി. രഥങ്ങൾ, ഡി. ആയുധങ്ങൾ. ഉത്തരം ബി. ഒട്ടകങ്ങൾ. ചോദ്യം 10. ഗിദെയോൻ ചെല്ലുമ്പോൾ ഒരാൾ സ്നേഹിതനോട് വിവരിച്ച സ്വപ്നത്തിൽ എന്താണ് മിദ്യാൻകാരുടെ താവളത്തിലെ കൂടാരത്തിൽ ഉരുണ്ടുരുണ്ടു വന്ന് തട്ടിയത്? എ. ബാർലിയപ്പം, ബി. കല്ല്, സി. പാറ, ഡി. രഥം. ഉത്തരം എ. ബാർലിയപ്പം. സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും സഹായിക്കണേ. ചോദ്യം 11. ഗിദെയോൻ കൂടെയുണ്ടായിരുന്ന 300 പേരെ എത്ര ഗണമായാണ് തിരിച്ചത്? എ. 6 ഗണം, ബി. 3 ഗണം, സി. 4 ഗണം, ഡി. 8 ഗണം. ഉത്തരം ബി. 3 ഗണം. ചോദ്യം 12. ന്യായാധിപന്മാരുടെ പുസ്തകം 7-ാം അധ്യായം 18-ാം വാക്യം അനുസരിച്ച് താനും തൻ്റെ കൂടെയുള്ളവരും കാഹളം മുഴക്കുമ്പോൾ ബാക്കിയുള്ളവർ കാഹളം മുഴക്കി എന്ത് ഉദ്ഘോഷിക്കണം എന്നാണ് ഗിദെയോൻ പറഞ്ഞത്? എ. കർത്താവിനും ഇസ്രായേലിനും വേണ്ടി,
ബി ഗിദെയോനും ഇസ്രായേലിനും വേണ്ടി, സി കർത്താവിനും ഗിദെയോനും വേണ്ടി, ഡി കർത്താവിനും രാജാവിനും വേണ്ടി. ഉത്തരം സി കർത്താവിനും ഗിദെയോനും വേണ്ടി. ചോദ്യം 13. ഭടന്മാർ കാവൽ മാറുമ്പോൾ ഗിദെയോനും കൂടെയുള്ള 300 പേരും പാളയത്തിൻ്റെ അതിർത്തിയിലെത്തി. ഏത് സമയത്ത്? എ ആദ്യ യാമാരംഭത്തിൽ, ബി രണ്ടാം യാമാരംഭത്തിൽ, സി മധ്യയാമാരംഭത്തിൽ, ഡി അവസാന യാമത്തിൽ. ഉത്തരം സി മധ്യയാമാരംഭത്തിൽ. ചോദ്യം 14. പട്ടാളം എന്ത് ലക്ഷ്യമാക്കിയാണ് ബത്ഷിത്ത വരെയും തബാത്തിൽ കൂടി അബൽമെഹോലയുടെ അതിരുവരെയും ഓടിയത്? എ ഹാരോദ്, ബി സെരേറ, സി മോറിയ, ഡി സുക്കോത്ത്. ഉത്തരം ബി സെരേറ. ചോദ്യം 15. ഏതെല്ലാം ഗോത്രങ്ങളിൽ നിന്ന് വിളിച്ചുകൂട്ടിയ ഇസ്രായേൽക്കാരാണ് മിദ്യാൻകാരെ പിന്തുടർന്നത്? എ നഫ്താലി, ആഷേർ, മനാസെ ഗോത്രങ്ങളിൽ നിന്ന്, ബി ഗാദ്, ആഷേർ, മനാസെ ഗോത്രങ്ങളിൽ നിന്ന്, സി നഫ്താലി, ഇസാക്കർ, മനാസെ ഗോത്രങ്ങളിൽ നിന്ന്, ഡി നഫ്താലി, ആഷേർ, ശിമയോൻ ഗോത്രങ്ങളിൽ നിന്ന്. ഉത്തരം എ നഫ്താലി, ആഷേർ, മനാസെ ഗോത്രങ്ങളിൽ നിന്ന്. ചോദ്യം 16. ആര് ഒരുമിച്ച് കൂടിയാണ് ബത്ത്ബാറയും ജോർദാനും വരെയുള്ള ജലാശയങ്ങൾ കൈവശമാക്കിയത്? എ ഇസ്രായേൽക്കാർ, ബി യൂദാക്കാർ, സി ശിമയോൻകാർ, ഡി എഫ്രായിംകാർ. ഉത്തരം ഡി എഫ്രായിംകാർ. ചോദ്യം 17. മിദിയാനെ പിന്തുടർന്നവർ പിടികൂടിയ മിദിയാൻ പ്രഭുക്കന്മാർ ആരെല്ലാം? എ ഓഗ് സീഹോൻ, ബി ഓറേബ് സേബ്, സി സീഹോൻ ഓറേബ്, ഡി സേബ് ഓഗ്. ഉത്തരം ബി ഓറേബ് സേബ്. ചോദ്യം 18. ഓറേബിനെ കൊന്നത് എവിടെ വച്ച്? എ ഹാരോദിൽ വച്ച്, ബി ജോർദാനിൽ വച്ച്, സി ഓറേബ് ശിലയിൽ വച്ച്, ഡി മോറിയായിൽ വച്ച്. ഉത്തരം സി ഓറേബ് ശിലയിൽ വച്ച്. ചോദ്യം 19. സേബിനെ കൊന്നത് എവിടെ വച്ച്? എ ഓഫ്രായിൽ വച്ച്, ബി സേബ് മുന്തിരിച്ചക്കിനരികെ വച്ച്, സി ഗിൽഗാലിൽ വച്ച്, ഡി സെയ്റായിൽ വച്ച്. ഉത്തരം ബി സേബ് മുന്തിരിച്ചക്കിനരികെ വച്ച്. എന്നെ സഹായിക്കുന്ന എല്ലാവരെയും സ്നേഹത്തോടെ സന്തോഷത്തോടെ ഓർത്തുകൊണ്ട് ഇനിയും നിങ്ങൾ സഹായിക്കുമെന്ന പ്രതീക്ഷയോടെ ഈശോയുടെ നാമത്തിൽ നന്ദി, നമസ്കാരം.